വെൽക്കം ബാക്ക് ടു സന്ത്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ നമുക്ക് ഇന്നൊരു വിത്ത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സാരിയിൽ നിന്ന് ഞാൻ മുറിച്ചെടുത്തേക്കുവാണ് ബ്ലൗസ് ബിറ്റ്. 0.80 കിട്ടത്തുള്ളൂ. എന്നാലും നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പ്രിൻസസ് കട്ട് രീതിയിലാണ് ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്കൊരു മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. നോയ്സ് പ്രശ്നമാണെന്ന് തോന്നുന്നു. 11 മണി പകലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നോയ്സിൻ്റെ പ്രശ്നം കാണും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. നമുക്കിപ്പോൾ പ്രിൻസസ് കട്ട് രീതിയിലാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈസി ആയിട്ട് ബിഗിനേഴ്സിന് വരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ. ആദ്യം നമ്മൾ ലെങ്ത് എടുക്കാം ബ്ലൗസിൻ്റെ. അപ്പോൾ ഷോൾഡറിൻ്റെ ഈ ഒരു കറക്റ്റ് ഭാഗത്ത് വെച്ചിട്ട് ചെസ്റ്റിൽ നിന്നാണ് നമ്മൾ ലെങ്ത് എടുക്കേണ്ടത്. ഓക്കെ, ഒരു 13-14 മതിയാവും നമ്മുടെ ബ്ലൗസിന്. ഓക്കെ, അപ്പോൾ ദാ ആദ്യം ലെങ്ത് കറക്റ്റ് ഇവിടുന്ന് നമ്മുടെ ചെസ്റ്റ് പോയിന്റിൽ നിന്ന് വേണം നമുക്ക് ലെങ്ത് എടുക്കാൻ. ഇങ്ങനെയൊന്നും എടുക്കരുത്, എപ്പോഴും ചെസ്റ്റ് പോയിന്റിൽ നിന്ന് തന്നെ ലെങ്ത് എടുക്കുക. കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടുന്ന്. ഓക്കെ, ഇങ്ങനെയാണ് ലെങ്ത് എടുക്കുക. നെക്സ്റ്റ് ഷോൾഡർ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക. ദെൻ ഒരു പോയിന്റിൽ നിന്ന് നെക്സ്റ്റ് പോയിന്റ് വരെ മുകളിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ. കറക്റ്റ് ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ എടുക്കണം. ഒരിക്കലും ഇങ്ങനെ എടുക്കരുത്, കറക്റ്റ് ഇങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ എനിക്ക് കറക്റ്റ് 14.5 വരുന്നുണ്ട്. ഒരു എൽബോ കാണും ഈ ഒരു നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു എങ്ങനെയായാലും ഒരു എൽബോ കാണും. ജസ്റ്റ് ആ എൽബോ ഒന്ന് മെഷറാക്കി എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ചെസ്റ്റ് ആണ്. ചെസ്റ്റ് എടുക്കുമ്പോൾ ഇതേ രീതിയാണ് ചെസ്റ്റ് നമ്മൾ എടുക്കുക. ഒരു ഫിംഗർ ഗ്യാപ്പ് വിട്ടാണ് ചെസ്റ്റ് എടുക്കുക. ഈ ഒരു ഗ്യാപ്പ് നമുക്ക് വേണം കേട്ടോ. മെഷർമെന്റ് എടുക്കുമ്പോൾ ഒരിക്കലും വലിച്ചു പിടിച്ചൊന്നും എടുക്കരുത്. ജസ്റ്റ് നമ്മുടെ ഈ ഒരു വിരല് ഗ്യാപ്പ് അകത്ത് നിൽക്കുന്ന രീതിയിൽ എടുക്കുക. അപ്പോൾ ഇവിടെ ചെസ്റ്റ് വരുന്നത് 33.5 കേട്ടോ എനിക്ക് ചെസ്റ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് വേസ്റ്റ് എടുക്കുക. അതും ഈ ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം വേസ്റ്റ് എടുക്കുക കേട്ടോ. ഓക്കെ, വേസ്റ്റ് ടൈറ്റ് ആയി നിന്നാലും നമുക്ക് അത്രയും കംഫർട്ടബിൾ ആണ് ബ്ലൗസ് ഇടുമ്പോൾ. അപ്പോൾ 28 കറക്റ്റ് നമ്മൾ ഈ വേസ്റ്റ് എടുക്കേണ്ടത്. നമ്മൾ ലെങ്ത് എടുത്തില്ലേ കറക്റ്റ് ആ ലെങ്ത്തിന് വേണം നമ്മൾ വേസ്റ്റിൻ്റെ മെഷർമെന്റ് എടുക്കാൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെയിൻ ആയിട്ട് ബ്ലൗസ് തയ്ക്കുമ്പോൾ വേണ്ടത് ഈ ഒരു നിപ്പിൾ പോയിന്റ് ആണ് കേട്ടോ. 9, 9.5, 10 ആയിരിക്കും നോർമലി വരുന്നത്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് വേണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. കറക്റ്റ് മുകളിൽ നിന്ന് വെച്ചിട്ട് ആ പോയിന്റ് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുക. അത് മെഷർമെന്റിൽ വേണം കേട്ടോ. നെക്സ്റ്റ് ആംഹോള് ഇത് സ്ലീവ് ഇല്ലാത്തത് കൊണ്ട് ആംഹോള് കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആംഹോള് നമ്മൾ ടൈറ്റ് ആയിട്ടാണ് കേട്ടോ എടുക്കുക. അപ്പം ഞാൻ കാണിച്ചു തരാം. സ്വന്തമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതാ കറക്റ്റ് ഇതേപോലെ മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് 13 കേട്ടോ വരുന്നത്. കറക്റ്റ് ഈ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് റൗണ്ടായിട്ട് വരണം കേട്ടോ. അത് നമ്മൾ കറക്റ്റാണ്. ഹാൻഡ് വെക്കാനൊന്നും വേണ്ട. നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആം ഹോൾ എടുക്കുക. പിന്നെ നമ്മുടെ സ്ലീവ് ഇതാ ഇവിടെയാണ്. നമ്മൾ എവിടെയാണോ ഷോൾഡർ നിർത്തിയത് അവിടെ നിന്ന് നമുക്ക് സ്ലീവ് എടുക്കുക. സ്ലീവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഇതാ സ്ലീവ് ഇപ്പം ഞാൻ 10 എടുക്കുന്നത്. അവിടുത്തെ റൗണ്ടിൻ്റെ വണ്ണം എടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു 9.5 വരും. ഓക്കെ, അത് ദെൻ ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക് ആവുമ്പോൾ ഇതേപോലെ ഷോൾഡറിൽ നിന്ന് വെച്ചിട്ട് ഫ്രണ്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ബ്ലൗസിനൊക്കെ ആകുമ്പോൾ ഇറക്കി നെക്ക് കൊടുക്കുന്നതായിരിക്കും ഭംഗി. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും കൊടുക്കുക. അതേ രീതി തന്നെ ബാക്ക് നെക്കും. ഓക്കെ, ഇതേപോലെ വെച്ച് ബാക്ക് നെക്ക് എത്രയാണോ വേണ്ടത് അത്രയും കാണുന്നില്ല. ഷോൾഡറിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് എത്രയാണോ ഇറക്കാൻ വേണ്ടത് ജസ്റ്റ് അവിടെ ഒന്ന് വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അത്രയും മതി കേട്ടോ. നമുക്ക് ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ടുള്ള ഒരു മെഷർമെന്റ്, ഇത്രയും മെഷർമെന്റിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ മെഷർമെൻ്റ് ഒക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഷോൾഡർ 13.5 അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റ് 32, അതിൻ്റെ കൂടെ ലൂസ് 2 ആഡ് ചെയ്തിട്ട് അതിനെ 4 ഡിവൈഡ് ചെയ്തെടുത്തേക്കാണ് 8.5. വേസ്റ്റ് 27, അതിനെ 4 ഡിവൈഡ് ചെയ്തേക്കാണ്. വേസ്റ്റിൻ്റെ ലൂസ് ആഡ് ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ നിപ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത് 9, ഫ്രണ്ട് നെക്ക് 7, ബാക്ക് നെക്ക് 9.
ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് 13, ആം ഹോൾ 14, സ്ലീവിൻ്റെ ലെങ്ത്ത് 9.5, സ്ലീവിൻ്റെ റൗണ്ട് 8.5. അപ്പോൾ 13 നമുക്ക് ടോട്ടൽ വേണ്ടത്. അപ്പോൾ ഒരു 15 ഇട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിന് രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുവാണ്. അപ്പോൾ ഫ്രണ്ടും ബാക്കും 2 രീതിയിലാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഫ്രണ്ട് നോക്കാം. നെക്കിൻ്റെ വിക്ത് കൊടുക്കുന്നത്, ആദ്യം ഞാൻ ആ തുണിയെ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കേട്ടോ. നെക്കിൻ്റെ വിക്ത് കൊടുക്കുന്നത് 1.25, അതേപോലെ അവിടെ നിന്നൊരു 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3-3.5 കൊടുക്കാം കേട്ടോ. എന്നിട്ട് അവിടുന്ന് താഴോട്ട് 5.5 4.5 കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കൈയുടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് 4.5 5 5.5 6 കൊടുക്കാം കേട്ടോ. ചെസ്റ്റ് വണ്ണം കൂടുന്നതനുസരിച്ച് കൂട്ടി കൊടുക്കണം. പിന്നെ ചെസ്റ്റിൻ്റെ വണ്ണം എടുത്തു 3 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുകളിൽ നിന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമുക്ക് 13 വേണ്ടത്. എക്സ്ട്രാ 2 ഇഞ്ച് കൂടെ കൂട്ടി 15 ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഒരു 4 മാർക്ക് ചെയ്തു. ഓക്കെ, ആ 4ൻ്റെ അവിടുന്ന് ഒരു 2.5 മാർക്ക് ചെയ്തു. ഇത് ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന പീസാണ് കേട്ടോ. അപ്പോൾ 4 മാർക്ക് ചെയ്തു. അത് കട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ 4ൻ്റെ അവിടെ വെച്ചിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്തു തയ്യൽ തുമ്പ്. ഇത് കൂട്ടുകയോ വേണ്ട, കട്ട് ചെയ്ത് പോകും. കട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് ആ വേസ്റ്റിൻ്റെ വണ്ണം അവിടെ കിട്ടണം കേട്ടോ. എന്നിട്ട് നിപ്പിൾ പോയിന്റ് മാർക്ക് ചെയ്യാം. 9 9.5 മാർക്ക് ചെയ്തു, 1/2 ഇഞ്ച് കൂട്ടിയിട്ടു കേട്ടോ. അപ്പോൾ ഇതേപോലെ 4 താഴെ മാർക്ക് ചെയ്ത പോലെ ഇവിടെയും 4 തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ പോയിന്റും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഈ 2 പോയിന്റും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് ആം ഹോൾ ഇതേപോലെ ചരിച്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒരു കേവ് കൊടുത്തു. ചെസ്റ്റിൻ്റെ പോയിന്റിലേക്ക് ആ കേവ് വന്ന് മുട്ടുന്ന രീതിയിൽ. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒരു 5 മാർക്ക് കൊടുത്തു. ആ പോയിന്റിനെയും ഈ പോയിന്റിനെയും കൂടെ യോജിപ്പിച്ചെടുത്തു. ഓക്കെ, ഇനി ചെസ്റ്റിൻ്റെ നമ്മളെ തയ്യൽ തുമ്പും മെയിൻ അളവും കൂടെ യോജിപ്പിച്ചെടുത്തു കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്യാം നമുക്ക്. നെക്ക് മാർക്ക് ചെയ്യാം. 1.5 വീതിയും അതേപോലെ ഫ്രണ്ട് ഇറക്കം ഞാൻ 7 എനിക്ക് വേണ്ടത്. 7.5 ഫ്രണ്ട് ഇറക്കം ഇതേപോലെ അകത്തേക്ക് കേവ് ചെയ്ത് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും ഡീപ്പ് നെക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ 1.5 വീതി കൊടുത്തത്. എന്നിട്ടിത് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. ഇതേപോലെ കട്ട് ചെയ്തു. ആ 2.5 കട്ട് ചെയ്ത് മാറ്റി. ഇതാണ് നമ്മുടെ കറക്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതിവിടെ അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ വേസ്റ്റിൻ്റെ പാർട്ട് വേണം. പിന്നെ മുകൾ ഭാഗം ഒന്ന് നമ്മൾ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മുകളിൽ തന്നെ വെക്കണം. എന്നിട്ട് നെക്കൊന്ന് ഞാൻ ഇതേപോലെ ട്രൈ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് വരെ ഇതായിരിക്കും ബെറ്റർ, ഈസി ആയിട്ടുള്ളൊരു വേ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു വേ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ബിഗിനേഴ്സിന് എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു വേ. അപ്പോൾ ബാലൻസ് തുണി ഞാൻ ബാക്ക് പാർട്ട് മാർക്ക് ചെയ്യാൻ എടുത്തു. നെക്കിൻ്റെ വീതി നമ്മൾ ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ഇറക്കം 2 ഇഞ്ച് ഇറക്കം കൊടുത്തു. ചെസ്റ്റും വേസ്റ്റും അതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 8.5 സംതിങ് 7 6.25 നെക്കിൻ്റെ ഇറക്കം. ഇതെല്ലാം നിങ്ങൾക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ. ആദ്യം നമ്മൾ അതിൽ പ്രിൻസസ് കട്ട് രീതി ചെയ്തു. ഇത് പ്രിൻസസ് കട്ടല്ല, നോർമലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാകും കേട്ടോ. ബാക്ക് നമ്മൾ നോർമലായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് മാത്രമാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇനി സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് തുണി 4 മടക്കിയിട്ടു. നമ്മുടെ സ്ലീവിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കണം കേട്ടോ. അപ്പോൾ 9.5 ആണെങ്കിൽ 10.5 കൊടുക്കുക. ഒരു ലൈൻ കൊടുത്തു. പിന്നെ മുകളിൽ നിന്ന് ഒരു 3.5 നമ്മൾ ഇതേപോലൊരു മാർക്ക് കൊടുത്തു കേട്ടോ. പിന്നെ ചെയ്യുന്നത് നമ്മുടെ ആം ഹോളിൻ്റെ പകുതി ഈ പോയിന്റിൽ വെച്ചിട്ട് 3.5 എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ ഒരു 1/2 ഇഞ്ച് കയറ്റി താഴെ ഒരു 1/2 ഇഞ്ച് ഇറക്കി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ തയ്യൽ തുമ്പ് അതേപോലെ താഴ്ഭാഗത്തെ വണ്ണം തയ്യൽ തുമ്പ് അങ്ങനെ സ്ലീവും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഞാനൊരു 2 ഇഞ്ചിൻ്റെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 1.5 2 മതി നമുക്ക് അടിഭാഗം മടക്കി അടിക്കാനായിട്ടാണ്. എന്നിട്ട് കറക്റ്റായിട്ട്
തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ട് സ്ലീവ് ഒന്ന് ആദ്യം തന്നെ മാർക്ക് ചെയ്തെടുത്തു. പിന്നെ ഇതാ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ മുകളിൽ ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് പിന്നൊക്കെ കൊടുത്ത് ഞാൻ ഒന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ കറക്റ്റായിട്ട് എവിടാണോ നമുക്ക് കിട്ടുന്നത് തുണി അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ ഈ വിത്ത് ബ്ലൗസൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കറക്റ്റായിട്ട് ഇതേപോലെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണേ. ഓക്കെ, കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. പിന്നെ നമുക്ക് പട്ടയൊക്കെ വെക്കാനായിട്ടും വള്ളി വേണമെങ്കിൽ വള്ളിക്കും വേണ്ടി തുണി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് കറക്റ്റ് അതേ രീതിയിൽ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. ഫ്രണ്ട് നെക്ക് സ്റ്റിച്ചിട്ടെടുത്തു. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അത് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഓക്കെ, എന്നിട്ട് ചെറിയ ചെറിയ ആ സ്റ്റിച്ച് കൊള്ളാതെ ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതേ രീതിയിൽ കുഞ്ഞു കുഞ്ഞു വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് കൊള്ളരുത്, എന്നാൽ സ്റ്റിച്ചിൻ്റെ ആ ഭാഗം വരെ പോകണം. എന്നിട്ട് ഇതേപോലെ ലൈനിങ്ങിനെ ഒന്ന് പതിച്ചൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നെക്ക് എന്നിട്ട് ലൈനിങ്ങിനെ അകത്തേക്ക് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്ത് എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. മെഷീനുള്ള എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ ലൈനിങ്ങിനെ മെയിൻ ക്ലോത്തിൻ്റെ എഡ്ജിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ചെയ്ത് ഇരുന്നോളൂ. പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒക്കെ തുണി കയറി പിടിക്കാലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ സൈഡിലൊരു സ്റ്റിച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ആ ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണേ. കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മുടെ വേറെ 2 പീസ് ഉണ്ടായിരുന്നല്ലോ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തേ, അതിൻ്റെ പീസ് കറക്റ്റായിട്ട് വെച്ച് നോക്കുക. മുകൾ ഭാഗത്ത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മുകൾ ഭാഗം തന്നെ മുകളിൽ എത്തണം കേട്ടോ. അതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണ് ഞാൻ. അപ്പോൾ ആ മുകൾ ഭാഗം തന്നെ മുകൾ ഭാഗത്ത് വരണം. താഴ്ഭാഗം കൊണ്ടുപോയി മുകൾ ഭാഗത്ത് ജോയിൻ ചെയ്താൽ മൊത്തത്തിൽ കുളമായി പോകും കേട്ടോ. അത് അത്രയും ശ്രദ്ധിക്കുക. ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ 2ൻ്റെ സൈഡൊന്ന് ഞാൻ ജോയിൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. എക്സ്ട്രാ നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റി. ഓക്കെ, എന്നിട്ട് ഇതേപോലെ കറക്റ്റ് നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കറക്കി ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ലോക്കിട്ട് തന്നെ ജോയിൻ ചെയ്യണം. കറക്കി നിർത്തി സൂചി കുത്തി നിർത്തി മാത്രം ഇത് ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്യുമ്പോൾ ചുളിവുകളൊന്നും പാടില്ല. അങ്ങനെ ശ്രദ്ധിച്ച് ജോയിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. താഴ്ഭാഗത്തും ലോക്കിടുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, ഇതേപോലെ കിട്ടും കേട്ടോ. ചുളിവൊന്നും ഇല്ലാതെ കറക്റ്റ് കിട്ടണം. നല്ല ഭാഗം ഫേസ് ചെയ്ത് വെക്കുക. ആ മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്തിടം തന്നെ വരണം കേട്ടോ. മുകൾ ഭാഗത്ത് കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ. നിർത്തി സൂചി കുത്തി നിർത്തിയിട്ട് മാത്രം തുണി നീക്കുക. അപ്പോൾ അവിടെയും ഞാൻ കറക്റ്റ് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഹുക്ക് വെച്ച് കൊടുക്കുന്ന, ബാക്കിലല്ല, ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ബാക്ക് സൈഡും ഇതേ രീതിയിൽ നല്ല മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ലൈനിങ് വെച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നെക്കിലോ വരച്ച് അതിലേ സ്റ്റിച്ചിട്ടെടുത്തു. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തുണി കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ആ ലൈനിങ്ങിനെ നീക്കി മെയിൻ ക്ലോത്തിൻ്റെ ലൈനിങ്ങിൻ്റെയും കൂടെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് പോകുക. ലൈനിങ്ങിൽ സ്റ്റിച്ച് കയറിയാലും മെയിൻ ക്ലോത്തിൽ കയറല്ല കേട്ടോ, ഒരു മഹാബോറായി പോവും. എന്നിട്ട് ആ ലൈനിങ്ങിനെ ബാക്കിലേക്ക് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ.
കംപ്ലീറ്റ് ആയി. ഇനി ആ ലൈനിങ്ങിനെ മെയിൻ ക്ലോത്തിൻ്റെ 3 വശം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇതാ ഫ്രണ്ടും ബാക്കും ഷോൾഡറൊന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. കറക്റ്റ് നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഷോൾഡറിന്ന് ജസ്റ്റ് സ്ലോപ്പ് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാവേ. സ്ലോപ്പ് ചെയ്തില്ലെങ്കിലും ഓക്കെയാണ്. സ്ലോപ്പ് ചെയ്താൽ ചിലർക്ക് സ്ലോപ്പ് കാണും ഷോൾഡറിൽ, ചിലർക്ക് സ്ലോപ്പ് കാണില്ല കേട്ടോ. ഇതേപോലെ ലോക്ക് ചെയ്ത് ഞാൻ ജോയിൻ ചെയ്തെടുത്തേ. എന്നിട്ട് തയ്യൽത്തുമ്പ് ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഷോൾഡറോടൊന്ന് പതിച്ച് ജോയിൻ ചെയ്തേ. ഓക്കെ, എന്നിട്ട് ഈ തുണിയെ 4ആയിട്ടൊന്ന് മടക്കിയിട്ടെടുത്തു. കറക്റ്റായിരിക്കണം 4ആയിട്ട് മടക്കുമ്പോൾ, ചുളിവുകളൊന്നും അകത്ത് വരാൻ പാടില്ല. 4ആയിട്ട് മടക്കി എന്നിട്ട് മുകളിൽ നിന്ന് ലെങ്ത് ഒന്ന് എടുക്കുവാണ്. ഇപ്പം കറക്റ്റ് 13.5 ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ബാലൻസ് എല്ലാം കട്ട് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് ഞാൻ ഒരു 2 ഇഞ്ചിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തില്ലായിരുന്നു, അത് കറക്റ്റ് നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ച് ഇതേപോലെ താഴ്ഭാഗത്തൊന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അടിച്ചു. പിന്നെ അതിനെ നിവർത്തി വെച്ചിട്ട് ഒന്ന് പതിച്ചൂടെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കയറ്റിട്ടോ. അപ്പോൾ കറക്റ്റ് നമുക്ക് 13 തന്നെ ലെങ്ത്ത് കിട്ടും കേട്ടോ. ഇതേ രീതിയിൽ ഫ്രണ്ടിലും ബാക്കിലൂടെ ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ചെയ്തെടുത്തു. ഫ്രണ്ട് പാർട്ട് ഇതേപോലെ കറക്റ്റായിട്ട് ഞാൻ മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിലാണ് ഹുക്ക് വെക്കണ്ടെങ്കിൽ ഇതേ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ കറക്റ്റ് ഒന്ന് അളന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സംതിങ് 6.5 എന്താണ് കിട്ടുന്നത്. അപ്പോൾ 2 ഇഞ്ച് വീതിയും 7-8 ഇഞ്ച് നീളത്തിലുള്ള പീസ് കട്ട് ചെയ്ത്, എന്നിട്ട് ഇതേപോലെ ഞാൻ നല്ല ഭാഗം ഇതേപോലെ താഴത്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതിനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു. എന്നിട്ട് നിവർത്തി വെച്ചിട്ട് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തു കേട്ടോ. കറക്റ്റ് ഒരു മടക്കി വീണ്ടും മടക്കി ഫിനിഷ് ചെയ്തെടുത്തു. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് അതേപോലെ തന്നെ നല്ല ഭാഗം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മെയിൻ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തു. ഒന്ന് മടക്കി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ എഡ്ജിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്, അകത്തല്ല, എഡ്ജിലാണ് സ്റ്റിച്ച് ചെയ്തത്. ഇപ്പോൾ എഡ്ജിൽ സ്റ്റിച്ച് പോയി. എന്നിട്ട് നമുക്ക് ഹുക്കിട്ടിട്ട് ഹുക്കിൻ്റെ ഹോള് വരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പിൽ ഓരോ മാർക്ക് കൊടുത്തിട്ട് ഹോള് വരിഞ്ഞെടുക്കുവാണ് ഞാൻ കറക്റ്റ് വി പോലെ. എന്നിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തു. വീണ്ടും ആ മാർക്ക് ചെയ്തെടുത്ത് ഒരു വി പോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഓക്കെ, തിരിഞ്ഞു പോയി. ഒന്നുകൂടെ ഹുക്ക് വരിഞ്ഞത് താഴെ വരണം, അതേപോലെ മുകളിൽ വരണം നമുക്ക് ഹുക്ക് വെക്കാനുള്ള പട്ട. എന്നിട്ട് ഇതേപോലെ കറക്റ്റ് 4ആയിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഷോൾഡർ ഒന്ന് കുറച്ച് കയറ്റി 4.5 മാർക്ക് കൊടുത്തു. അവിടെ നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം 1.5 ഇഞ്ചിൽ റൗണ്ടിൽ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തു, ആം ഹോൾ കറക്റ്റ്. എന്നിട്ട് വേസ്റ്റ് താഴ്ഭാഗത്ത് വേസ്റ്റിൻ്റെ വണ്ണം കൂടെ കൊടുക്കുക. ഇത്രയും ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് വെച്ച് നോക്കണം കേട്ടോ. ഈ ബ്ലൗസ് കറക്റ്റ് നമ്മുടെ ഷോൾഡറൊക്കെ കറക്റ്റാണോ അല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. കറക്റ്റ് 2 വശവും ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുവാണ് കേട്ടോ. ഞാൻ മെയിൻ സ്റ്റിച്ച് കൊടുക്കുവാണ്. ബാലൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി കറക്റ്റ് മെയിൻ സ്റ്റിച്ച് കൊടുത്തു. ഇനി ഞാൻ ഫ്രണ്ട് ആം ഹോള് ഒരു 1/2 ഇഞ്ച് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ആം ഹോളാണ് പ്രിൻസസ് കട്ട് വന്നിടത്തെ. ഇതേപോലെ കറക്റ്റ് 1/2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റി. പിന്നീട് നമുക്കിനി സ്ലീവ് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ലീവ് ഞാൻ എടുത്തിട്ടുണ്ട്. ലൈനിങ്ങും കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് സ്ലീവ് ഒന്ന് ജസ്റ്റ്
4 സൈഡും ജോയിൻ ചെയ്തെടുക്കുവാണേ. അടിഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറക്റ്റ് ഷോൾഡറിൽ സ്ലീവ് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കറക്റ്റ് ജോയിൻ ചെയ്തെടുക്കുവാണേ. കറക്റ്റ് ഷോൾഡറിൽ തന്നെ വെക്കണം കേട്ടോ. കറക്റ്റ് ഷോൾഡറിൽ മാർക്കായിരിക്കണം സ്ലീവ്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് സ്ലീവിന്. ഓക്കെ, 2 സ്ലീവും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്യുക. വണ്ണം 4.25. അതിന് ചെസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്, ചെസ്റ്റ് പോയിന്റിലേക്ക്. ഓക്കെ, എത്രത്തോളം തയ്യൽ തുമ്പ് വേണോ തയ്യൽ തുമ്പൊക്കെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. ബാലൻസ് നിൽക്കുന്ന ക്ലോത്തെല്ലാം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കട്ട് ചെയ്ത് മാറ്റിട്ടോ. അപ്പോൾ 2 ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഐ ബട്ടൺ വരിഞ്ഞു കൊടുത്ത് ആ കറക്റ്റ് പോയിന്റിൽ തന്നെ ഹുക്ക് വെച്ചിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ കുളമായിപ്പോവും. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ പോവും. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേ ആണ് കേട്ടോ ഇത്. ബിഗിനേഴ്സിനാണ് ഞാൻ ഞാൻ പറയുന്നത്. അല്ലാതെ ഇതാണ് കറക്റ്റ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന രീതി എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ആരെങ്കിലും എന്നെ പൊങ്കാലിടാൻ വരരുത്. ബിഗിനേഴ്സിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ലൈനിങ് ഇട്ടത് 300, 350 അതിൽ കൂടുതലുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, ഈസി ആയിട്ട്. അപ്പോൾ ഇതാ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതിന് നമുക്ക് വലിയ മുതൽ മുടക്കൊന്നും വരില്ലല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ട് ഒരു വട്ടം ട്രൈ ചെയ്യുക. നമുക്ക് മിസ്റ്റേക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അടുത്ത വട്ടം നമുക്ക് ചെയ്യുമ്പോഴത്തേനും അത് ക്ലിയർ ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മിസ്റ്റേക്കുകളിൽ നിന്ന് മാത്രമേ നമ്മൾ കറക്റ്റ് വേ പഠിക്കാൻ പറ്റൂ കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ.